എന്തൊക്കെയാണ് ഭർത്താവിന് പൊരുത്തമില്ലാത്തത്? ഈ ലോകത്ത് നിന്ന് നിനക്കൊരു ഭാഗ്യം കിട്ടാനുണ്ട്. എന്തെന്നറിയോ? എന്ത് ഭാഗ്യമെന്നറിയോ? ഇരിക്കുന്ന ഭർത്താവിന്റെ പൊരുത്തത്തോടെ മരിക്കാൻ നിനക്ക് ഭാഗ്യം കിട്ടിയാൽ, ഈ ഇരിക്കുന്ന ഭർത്താക്കന്മാരുടെ പൊരുത്തത്തോട് മരണപ്പെടാൻ നിനക്ക് ഭാഗ്യം ലഭിച്ചാൽ, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, അയ്യുമാ ഇംറഅത്തിൻ മാതത് വസൗജുഹാ അൻഹാ റാദിൻ ദഖലത്തിൽ ജന്ന. ഭർത്താവിന്റെ പൊരുത്തത്തോടെ മരിച്ചാൽ നീ സ്വർഗത്തിൽ കിടക്കുന്നതാണ്. അള്ളാഹു ഭർത്താക്കന്മാര് ജീവിച്ചിരിക്കുമ്പോൾ മരിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യം തരട്ടെ. പിന്നെ സന്തോഷകരമായി ഭാര്യയും ഭർത്താവും അൽഹംദുലില്ലാഹ് സന്തോഷത്തോടെ ജീവിച്ചാൽ നിങ്ങൾ പേടിക്കണ്ട. സ്വർഗത്തിൽ പോയാലും ഇൻഷാ അല്ലാഹ് ഇവര് തന്നെ നിങ്ങൾക്ക് ഭാര്യമാരായിട്ട് കിട്ടും. കുഴഞ്ഞു സംഭവം ഇത് ഇവിടെ വെച്ചേ ഉള്ളതെന്നും പറഞ്ഞാണ് പല അങ്ങ് സഹിക്കുന്നത്. സ്വർഗത്തിന് തന്നെ ഉസ്താദ്. നിങ്ങളപ്പോ പിന്നെ ഈ മുൻപല്ലിന്റെ ലെങ്കൽ കണ്ട് ജിബരീൽ പോലും അമ്പരന്നിട്ടുണ്ട്. ആ പല്ലുള്ള പെണ്ണിനെ കിട്ടാനാണ് റമദാനിൽ തറാവി കഴിഞ്ഞിട്ട് ഞാൻ അവിടെ കിടന്ന് പള്ളിക്കകത്ത് കിടന്ന് കറങ്ങണേ. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. അവസാനം ഇത് തന്നെ അവിടെയും കിട്ടുമെന്ന് പറഞ്ഞാൽ ഇതെന്താ വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ എത്രയും പറഞ്ഞ് കൊതിപ്പിച്ചിട്ട് അവസാനം നമ്മുടെ താത്ത തന്നെ നമ്മുടെ വണ്ടേ വരവെന്ന് എത്തി വിഷമമുണ്ട് സത്യമായിട്ട്. പക്ഷേ നിങ്ങൾ ഇവിടെ കണ്ട കോലത്തിലായിരിക്കില്ല അവിടെ വരിക. അതാ പ്രത്യേകത. ഇവിടെ കണ്ട രൂപത്തിലായിരിക്കില്ല അവിടെ വരിക. അവിടെ നല്ല തിളയ്ക്കുന്ന പ്രായം. ഒരാള് പോലും ലം യതുനിസുഹുന്ന ഇൻസുൻ ഖബലഹും വലാ ജാൻ. ഒരു മനുഷ്യരോ ജിന്നുകളോ തൊട്ടുപോലും നോക്കാത്ത പെണ്ണിനെ നിനക്ക് അല്ലാഹു സ്വർഗത്തിൽ തരും. എങ്കിങ്ങോട്ട് വരട്ടെ. അങ്ങനെയാണ് മസ്അലെങ്കിൽ വന്നോട്ടെ. അങ്ങനെയാ നിനക്ക് പറയണേ. ലം യതുനിസുഹുന്ന ഇൻസുൻ ഖബലഹും വലാ ജാൻ. ഒരാളും തൊട്ടുപോലും നോക്കാത്ത പെണ്ണിനെ അള്ളാഹു നിനക്ക് തരും, കൊണ്ടുതരും സ്വർഗത്തിൽ. അള്ളാഹു അങ്ങനെയുള്ള ഭാര്യമാരെ നമുക്ക് തരട്ടെ. സ്വർഗീയ പുരുഷന്മാരെ നമ്മുടെ സഹോദരിമാർക്ക് അള്ളാഹു സ്വർഗത്തിൽ കൊടുക്കട്ടെ. മാഫിൽ ജന്നത്തി ഹിസബ്. സ്വർഗത്തിൽ അവിവാഹിതനില്ല. ആര് കടന്നാലും അവർക്ക് ഇണകൾ നിർബന്ധമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയാം. ആര് കടന്നാലും ഇണകൾ നിർബന്ധമാണ്.